ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റേത് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാനായെങ്കിലും ആ ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിട്ടില്ല. രാഷ്ട്രീയ ജനാധിപത്യത്തിലെ ഇടപെടൽ കൊണ്ട് മാത്രം അതിനെ പ്രതിരോധിക്കാനാവുമോ? അവിടെയല്ലേ സാമൂഹ്യ ജനാധിപത്യം എന്ന ആശയം പ്രസക്തമാകുന്നത്. ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് മലയാളികൾക്ക് ഏറെ സുപരിചിതരായ സണ്ണി എം കബിക്കാടും PN ഗോപികൃഷ്ണനും തമ്മിലുള്ള സംഭാഷണമാണ് രണ്ട് ഭാഗങ്ങളായി ദ ക്രിട്ടിക് അവതരിപ്പിക്കുന്നത്. ജനതയും ജനാധിപത്യവും എന്ന കൃതിയിലൂടെ സണ്ണി കബിക്കാടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന കൃതിയിലൂടെ ഗോപികൃഷ്ണനും ഈ വിഷയം മലയാളികൾക്ക് മുന്നിൽ സമഗ്രമായി അവതരിപ്പിച്ചതാണ്. ഏവർക്കും സ്വാഗതം. സമകാലീന ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ ആയി ശക്തിപ്പെട്ടു വരുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ വ്യവസ്ഥയായിട്ടാണ് നമ്മൾ ഹിന്ദുത്വത്തെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മുന്നോട്ട് വെക്കുന്ന സമൂഹ ദർശനവും രാഷ്ട്രീയ ദർശനവും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നവയല്ല. അത് മുന്നോട്ട് വെക്കുന്ന മനുഷ്യസങ്കല്പവും സ്വതന്ത്ര പൗരത്വത്തെ അംഗീകരിക്കുന്നതുമല്ല. ഇത്രയും ഹതാശമായ ഒരു സാഹചര്യത്തിലും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അന്തർധാരകളോട്, അതിൻ്റെ ആശയപ്രപഞ്ചത്തോട് സൈദ്ധാന്തികവും രാഷ്ട്രീയവുമായ ഒരു വിമർശനം പുലർത്തിക്കൊണ്ടുള്ളൊരു പ്രതിപക്ഷത്തിൻ്റെ അഭാവവും ദേശീയമായി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഏകപക്ഷീയമായ വളർച്ച എന്ന് പറയാവുന്ന തരത്തിലാണ് പല സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും അധികാരത്തെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും ജുഡീഷ്യറി അടക്കമുള്ള സ്ഥാപനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ അതിഭീഷണമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യ നേരിടുന്നത്. ജനാധിപത്യത്തെ മുൻവെച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ ഏകപക്ഷീയമായൊരു വളർച്ചയ്ക്ക് ഉള്ളൊരു സാഹചര്യം ചരിത്രപരമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏതൊക്കെ തരത്തിലാണിത് രൂപപ്പെട്ടു വന്നത്, അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ ഉള്ളടക്കം എന്താണ് തുടങ്ങിയ സംഗതികളിൽ ഇന്ത്യൻ ഇൻ്റലിജൻഷ്യ വളരെ പരിതാപകരമായ അലസതയോ അന്ധതയോ പുലർത്തുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ബഹുജനങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ വളരെ വ്യാപകമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ രീതികളോട്, അവരെ സംബന്ധിച്ച രാഷ്ട്രീയത്തിൻ്റെ സൈദ്ധാന്തിക അടിസ്ഥാനങ്ങളോ അവരുടെ സമൂഹ രാഷ്ട്ര ദർശനങ്ങളോ ആയിരിക്കില്ല, അവരുടെ അനുഭവങ്ങളിൽ വളരെ വലിയ എതിർപ്പുകൾ യഥാർത്ഥത്തിൽ ബഹുജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും അത് സമൂർത്തമായി ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തുറക്കാൻ ഈ ഹിന്ദുത്വ വിരുദ്ധരെന്ന് പറയുന്ന രാഷ്ട്രീയ സാംസ്കാരിക സമൂഹങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. അതിനാണ് ഒരു ഉത്തരം തേടേണ്ടത്. അങ്ങനെയുള്ളൊരാലോചനയ്ക്ക് മാത്രമേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭീഷണിയിൽ നിന്നും ഇന്ത്യയെ ജനാധിപത്യത്തിലേക്ക് നയിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതെ, അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരാശയം തന്നെ നമ്മൾ ഒരർത്ഥത്തിൽ ഗുണപരമായി അതിനെ ഒരു പുനഃപരിശോധിക്കേണ്ടതുണ്ട് തോന്നുന്നു. ഇത് ഒരുപക്ഷെ ഭരണഘടനാ ശില്പികൾക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് അംബേദ്കർ തന്നെ ആ സമയത്ത് നടത്തുന്നൊരു പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം,
ഈ രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി 15 കൊല്ലം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ട്, അതിലൂടെ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷി അധികാരത്തിൽ ഏറുന്നു. അതിൻ്റെ ഒരു സാങ്കേതിക വശം എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടാണ് സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. നമുക്ക് ഇന്ത്യയുടെ ചരിത്രം അല്ല, ലോകത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇപ്പം പ്രധാനപ്പെട്ട ഫാസിസ്റ്റ് രൂപങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഹിറ്റ്ലർ ആയാലും മുസോളിനി ആയാലും പട്ടാള അട്ടിമറി നടത്തിയിട്ടൊന്നുമല്ലല്ലോ. അവർ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് തന്നെയാണ് ഭൂരിപക്ഷം നേടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ജനാധിപത്യം ഇറ്റ്സെൽഫ് അത് എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. അതിനും പ്രത്യേക തരത്തിലുള്ള, ഒരുപക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു മൊണാർക്കിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് രീതി എന്നതിൽ ഉപരിയായിട്ട് ഗുണപരമായിട്ട് അത് എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. സാങ്കേതിക ജനാധിപത്യം, ആളുകൾ വോട്ട് ചെയ്യുന്നു, കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു എന്ന് പറയും. അപ്പം അതിനെ അർത്ഥപൂർണമാക്കണമെങ്കിൽ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം ശക്തിപ്പെടണം. എന്ന് പറഞ്ഞാൽ ഈ അംബേദ്കർ പറയുന്ന പോലെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ആശയത്തിൻ്റെ പുറത്താണല്ലോ ഇന്ത്യൻ ഭരണഘടന തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഈ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 മൂല്യങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിനെ പുനഃസംഘടിപ്പിക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. റീഓർഗനൈസ് ചെയ്യുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ റീഓർഗനൈസേഷൻ നടന്നില്ലെങ്കിൽ ഈ സാങ്കേതിക ജനാധിപത്യത്തിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ഇപ്പം ഇന്ത്യയിലൊരു സാമൂഹ്യ പ്രക്രിയ പരിശോധിക്കുമ്പോൾ ഈ സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള പ്രോസസ്സിന് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഇപ്പം നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ, ഇപ്പം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാലമുണ്ട്, അതിനുശേഷം ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഒരു ആദ്യ കാലമുണ്ട്, ഇപ്പം എത്തി നിൽക്കുന്ന ഒരു കാലമുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഇന്ത്യൻ റിപ്പബ്ലിക് ഉടലെടുത്തതിന് ശേഷം ഇപ്പം ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ വളരെ ടെക്നിക്കലാവുന്ന ഒരവസ്ഥയിൽ എത്തുന്നതിന് മുമ്പുള്ള കാലത്ത് നമ്മൾ ഈ സാമൂഹ്യ ജനാധിപത്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തന്നെ ആലോചിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഈ സാങ്കേതിക ജനാധിപത്യത്തിൽ കൂടെ അധികാരത്തിലേറുന്ന ആളുകൾക്ക് ഈ സാമൂഹ്യ ജനാധിപത്യത്തിനെ പുഷ്ടിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ തോന്നിയിരുന്നു. ഇതിപ്പം അത്തരത്തിലൊരു സംഗതി ഇല്ലാതാവുന്നു. ജനത എന്ന് പറയുന്ന ഒരു ആശയം തന്നെ പിരിച്ചുവിടാനാണ് ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങളാണ്, പലതരത്തിൽ കൂട്ടങ്ങളെ സ്വാധീനിക്കാൻ പറ്റും, അത് വോട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, സകല ടെക്നോളജി ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു തരത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫാസിസത്തിനെ ചെറുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ മറ്റ് മാതൃകകളില്ല. ഇപ്പം ഹിറ്റ്ലർ പോയതോ അല്ലെങ്കിൽ മുസോളിനി പോയതോ ഒന്നും ജനാധിപത്യത്തിൽ കൂടെയല്ല പോയത്. അത് യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് അവർ പോകുന്നത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു വലിയ പ്രശ്നമാണിത്, നമ്മൾ തന്നെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ സാമൂഹ്യ ജനാധിപത്യം തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് പറയുന്ന വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്ന തരത്തിൽ ജനതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൂടുതലായിട്ട് വരേണ്ടി വരും. ഇപ്പോൾ ഈ ഫാസിസത്തിനെതിരെ നിൽക്കുന്ന കക്ഷികളും യഥാർത്ഥത്തിൽ ഈ സാങ്കേതിക ജനാധിപത്യത്തിൻ്റെ സ്ഥലത്ത് തന്നെയാണ് പലപ്പോഴും നിൽക്കുന്നത്. അവിടെ ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് നിൽക്കുന്നത്. അതിലുപരിയായിട്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ജനതയെ വാർത്തെടുക്കുന്ന, ഇന്ത്യൻ ജനതയെ പറയുന്ന പോലെ തത്തുല്യതയിലും അവരുടെ സ്വാതന്ത്ര്യത്തിലും അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റിയിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ പുനർനിർമ്മാണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ വളരെ വേഗം പ്രവേശിക്കേണ്ടതുണ്ട്. അതിൽ പലതരം, ഇപ്പം പറഞ്ഞ പോലെ ഒരു സംഗതി വരുമ്പം പലതരം ചർച്ചകൾ നമ്മൾ മാറ്റിവെച്ചിരുന്ന സംഗതികൾ എടുത്തു വയ്ക്കേണ്ടി വരും, പലതരത്തിലും വീണ്ടും പണിയേണ്ടി വരും. നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ ഇൻ്റലിജൻഷ്യക്ക്, ഒരു ഇൻ്റലക്ച്വൽ സമൂഹത്തിന് തന്നെ അവരവരെ തന്നെ അഴിച്ചു പണിയേണ്ടി വരും. അപ്പം ആ പ്രോസസ്സിന് തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഗോപികൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ കൂടിയാണ്
ഈ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് വേറൊരു ഡയമെൻഷനിൽ കൂടി നമ്മളത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്ന്, ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായി പരിവർത്തനപ്പെടുമ്പോൾ അതിൻ്റെ അടിസ്ഥാന മൂല്യമായി സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം, നീതി എന്നീ സങ്കല്പങ്ങളെ അത് ശിരസാവഹിക്കുന്നുണ്ട്. രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് ആ രാഷ്ട്രത്തിൽ ഇരുന്നുകൊണ്ട് സമൂഹത്തെ നോക്കുമ്പോൾ സമൂഹം ഈ മൂല്യങ്ങളെ ഒന്നും മാനിക്കുന്ന സമൂഹമല്ല. അപ്പോൾ ആ സമൂഹത്തിൽ കൂടി ഈ മൂല്യം പ്രവർത്തിച്ചാൽ മാത്രമേ രാഷ്ട്രീയ ജനാധിപത്യത്തിൽ നിലനിൽക്കാൻ കഴിയൂ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ്. അപ്പോൾ ഈ സമൂഹത്തിൽ ഈ പുതിയ മൂല്യങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശൂന്യാകാശത്തു നിന്നെടുത്ത് സമൂഹത്തിലേക്ക് വിന്യസിക്കാൻ പറ്റില്ല. അത് ഒരു ചരിത്രഗതിയിലൂടെ രൂപപ്പെട്ടു വരേണ്ട ഒരു സംഗതിയാണ്. അതിനുള്ള പരിശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ നടന്നിട്ടുമുണ്ട്. ഒരു സമഭാവനയുള്ളൊരു സമൂഹം, നീതിയുള്ളൊരു സമൂഹം, സാഹോദര്യ ബോധമുള്ള സമൂഹം എന്ന നിരവധി ധാരകൾ ഇന്ത്യക്കകത്ത് ഏറ്റവും കുറഞ്ഞ പക്ഷം ബുദ്ധൻ മുതലെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അത് ഭക്തിപ്രസ്ഥാന കാലത്ത് കാണാൻ കഴിയും, ബുദ്ധൻ്റെ കാലത്ത് അത് കാണാൻ കഴിയും. പിന്നീട് വന്ന സോഷ്യൽ റിഫോർമേഷൻ മൂവ്മെൻറ്റുകളിൽ നമുക്കിത് കാണാൻ കഴിയും. ഈ മൂല്യങ്ങൾ പല തരത്തിലാണ് പ്രവർത്തനം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രൂപം കൊണ്ട് ഒരു 7-8 വർഷം കഴിയുമ്പോൾ ഇതൊരു തർക്കമായി തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രൂപം കൊണ്ട് പ്രധാനമായും നമ്മൾ എടുക്കേണ്ട ഒരു ചരിത്ര സന്ദർഭമാണ്. രാഷ്ട്രീയ അധികാരം കൈയാളാൻ സാമൂഹ്യ പരിഷ്കരണം അനിവാര്യമാണോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. ദേശീയ പ്രസ്ഥാനത്തിന് അന്നത്തെ സമുന്നതരായ നേതാക്കൾ, തിലകനടക്കം, WC ബാനർജി അടക്കമുള്ളവർ ആവശ്യമില്ല, സാമൂഹ്യ പരിഷ്കരണം രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു മുന്നുപാധിയായി കണക്കാക്കേണ്ടതില്ല. സാമൂഹ്യ പരിഷ്കരണം ആവശ്യമുള്ളവർ ചെയ്തോട്ടെ, പക്ഷെ അത് ഇപ്പോൾ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ അധികാരം നേടാനുള്ളതിന് മുന്നുപാധിയായി കാണേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് തിലകൻ പറയുന്നത്, സോഷ്യൽ കോൺഫറൻസിന് പന്തൽ വിട്ടുകൊടുത്താൽ, AICCയുടെ പന്തൽ വിട്ടുകൊടുത്താൽ പന്തലിന് ഞാൻ തീ വെക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സങ്കല്പമാണ് പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു അപവാദം എന്ന് പറയാനായിട്ട് ഗാന്ധി മാത്രമേ ഉള്ളൂ. ഗാന്ധിയാണ് പിന്നെയും സാമൂഹ്യ പരിഷ്കരണത്തെ ഒരു അജണ്ടയാക്കി മാറ്റാൻ, അതിനോട് വിമർശനങ്ങൾ പല രൂപത്തിലുണ്ടായെങ്കിലും ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. സാമൂഹ്യ പരിഷ്കരണം അനിവാര്യമാണ് എന്ന് അദ്ദേഹം കരുതിയിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൻ്റെ ഒരു പുനർനിർമ്മിതി, ആ നിർമ്മിതിയെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ ആ നിർമ്മിതി വേണമെന്നുള്ള കാര്യത്തിൽ ഗാന്ധിക്ക് അഭിപ്രായമുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ രാഷ്ട്രീയ അധികാരത്തിൻ്റെ മുന്നുപാധിയായി സാമൂഹികമായ പുനഃസംഘടനയെ നിഷേധിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായൊരു ധാരയാണ്. ആ ധാരയോടുള്ള ഒരു പ്രതികരണമാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന സംഗതി ഞാൻ മനസ്സിലാക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ രാഷ്ട്രം എങ്ങനെ നിലനിൽക്കുമെന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. അതിൽ സോഷ്യൽ ഡെമോക്രസി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ ഒരു സോഷ്യൽ ഏജൻസി ഇന്ത്യൻ സമൂഹത്തിനകത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. ഒരുപക്ഷെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാതാക്കളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ഏറ്റെടുക്കാം, സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റെടുക്കാം, പൗരസമൂഹത്തിന് ഏറ്റെടുക്കാം. ഇവരാരും തന്നെ ആ ക്വസ്റ്റ്യനെ ഗൗരവമായി എടുക്കുകയോ അത് ഏറ്റെടുക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അത് ഏറ്റെടുക്കപ്പെടാത്തത് കൊണ്ട് സംഭവിച്ച ഗുരുതരമായ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധനിലൊക്കെ കാണാൻ കഴിയുന്ന വിധമുള്ള സമഭാവനയുടെ ഒരു ചരിത്രപരത
നമ്മുടെ ബോധത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ഇന്ത്യ എന്നാൽ ഈ രാഷ്ട്ര ഭാരത സംസ്കൃതിയുടെ തുടർച്ചയാണെന്നുള്ള ഒരു ഏകപക്ഷീയത എല്ലാ പൗരന്മാരെയും പിടികൂടുക. നമ്മളിപ്പോൾ എപ്പോഴും പറയും ഈ ആദിവാസികൾ എങ്ങനെയാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭക്തി, ആൾക്കാർക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ലാന്ന് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ടെക്സ്റ്റാണ് രാഷ്ട്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുന്നിൽ വയ്ക്കപ്പെട്ടത്. സാമൂഹ്യ പരിഷ്കരണത്തെ പരിപൂർണമായും ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ് കൈക്കൊണ്ടത്. ആ നിലക്ക് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനമാണ്. അത് എങ്ങനെ ഏറ്റെടുക്കാം എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെ, അത് ഈ പറഞ്ഞ പോലെ ഇത് ഒരു ഘട്ടം വന്നപ്പോൾ ഇപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ള കുറേ തരത്തിലുള്ള സ്വപ്നങ്ങളുടെയൊക്കെ ഒരു സംഗതിയുണ്ട്. പക്ഷെ അതൊക്കെ തീർന്നിട്ട് ഇപ്പം നമ്മൾ യഥാർത്ഥ ഭൂമിയിൽ നിൽക്കുകയാണ്. യഥാർത്ഥ ഭൂമിയിൽ നിൽക്കുമ്പോഴും നമ്മളിപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പല ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ് എന്നുള്ള പറയും. 500 കിലോമീറ്റർ ഇന്ത്യയിൽ സഞ്ചരിച്ച വേഷം മാറും, ഭാഷ മാറും, ആരാധനാ രീതി മാറും, അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണെന്ന് പറയും. പക്ഷേ ഈ ബഹുസ്വരതയിൽ ഉച്ചനീചത്വങ്ങളുണ്ട്. ഈ ബഹുസ്വരത സമൂഹമാവണമെങ്കിൽ ഇത് ഇങ്ങനെ ലംബമാനമായൊരു ബഹുസ്വരത പോരാ, മറിച്ച് അത് തിരശ്ചീനമായിട്ടുള്ള ഒരു ബഹുസ്വര രാഷ്ട്രം എന്ന് പറയണമെങ്കിൽ അത്തരത്തിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രമാണ് എന്ന് പറയുന്ന ഒരാൾക്ക് ആ ബാധ്യത കൂടിയുണ്ട്. ഇന്ത്യയുടെ ബഹുസ്വരത തുല്യമാണോ, സമത്വത്തിൽ അധിഷ്ഠിതമാണോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പല മണ്ഡലങ്ങളിലും, അത് ഏത് മണ്ഡലമായിക്കോട്ടെ, ആ പ്രത്യേകിച്ച് കൾച്ചറൽ ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ ഈ കൾച്ചറൽ ക്വസ്റ്റ്യനെ അഭിമുഖീകരിക്കേണ്ട ഒരാവശ്യവും അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് അടിത്തട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അത് ആ പാരമ്പര്യം പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചരിത്രം ഈ പറഞ്ഞ പോലെ ബുദ്ധൻ തൊട്ട് ഇങ്ങോട്ടുള്ള തരത്തിൽ മറ്റൊരു ചരിത്രം ഇന്ത്യക്ക് ഉണ്ടെന്ന് പറയേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ഇന്നലത്തേക്കാളും അത് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയം ഇല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ടെക്നിക്കലായിട്ടുള്ള അർത്ഥം പോലും നഷ്ടപ്പെടും. ആ അർത്ഥം പോലും നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഇതൊരു ആസന്ന ചോദ്യമാണ്. ആ ചർച്ച എല്ലായിടത്തും ഉയർത്തുക എന്നുള്ളതാണ് ഇതിൽ ഇപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ചർച്ച എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയുള്ള പലതരം ഇപ്പം ധാരണകൾ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം തിലകനെ പറ്റി പറഞ്ഞു. തിലകനെ ഇന്നലെ കണ്ട പോലെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം ഈ ദേശീയ പ്രസ്ഥാനം തിലകനെ പ്രതിഷ്ഠിച്ച, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ധാര തിലകനെ പ്രതിഷ്ഠിച്ച ഒരു സ്ഥലത്ത് നമുക്കിന്ന് തിലകനെ വായിക്കാൻ പറ്റില്ല. നമുക്കത് അപനിർമ്മിക്കേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഈ അപനിർമ്മാണം എന്ന് പറയുന്നത് അത് തികച്ച് ഇന്ത്യനായിട്ടുള്ള ഒരു അവസ്ഥയിലും നടത്തേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കൊളോണിയൽ അക്കാദമിക വ്യവഹാരം ഉപയോഗിച്ചിട്ടും നമുക്കിത് സാധ്യമല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇപ്പം കൊളോണിയലിസവും ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ഇപ്പം ഈ അംബേദ്കർ തന്നെ ആ പാക്സ് ബ്രിട്ടാനിയ, അൺടച്ചബിലിറ്റി ആൻഡ് പാക്സ് ബ്രിട്ടാനിയയിലൊക്കെ പറയുന്ന പോലെ ഒരു ഘട്ടം കഴിയുമ്പോൾ കൊളോണിയലിസവും ഈ ദളിതരെ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിനെ അടിച്ചമർത്തി ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഹിസ്റ്ററി ഉണ്ടാക്കുക എന്ന് പറയുന്നത്, സ്വന്തമായിട്ടൊരു ജനാധിപത്യ സങ്കല്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഈ ജനാധിപത്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ സാങ്കേതിക ജനാധിപത്യത്തിൻ്റെ പരിമിതി ബോധ്യപ്പെടുത്തുന്ന 2 ഉദാഹരണങ്ങൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒന്ന്, അംബേദ്കർ വെച്ച് തന്നെ പറയുകയാണെങ്കിൽ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നു. അംബേദ്കർ ഭയങ്കര ലൈംലൈറ്റിൽ നിൽക്കുന്നു. ലോകത്തെ എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 51-52 അംബേദ്കർ പരാജയപ്പെടുക നാദറിൽ. ആ ഇലക്ഷനിൽ ഈ പറയുന്ന ഈ ശില്പി ആ പരീക്ഷണത്തിന്റെ ആദ്യത്തെ ഇരയായിട്ട് തീരുക. അന്ന് ജയിച്ച നാരായൺ കെജ്റോൾക്കർ ആണ്. ഈ കെജ്റോൾക്കർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പം പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കിയിട്ട് അന്ന് ജയിച്ച കെജ്റോൾക്കർ എന്താണ് ഇന്ത്യൻ ഡെമോക്രസിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കോ എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. രണ്ടാമത്തെ ഒരു കാര്യം ഇതേപോലെ തന്നെ ഈ ഇവിടെ ശ്രീമൂലം പ്രജാസഭയിൽ ഈ നോമിനേഷൻ നിർത്തിയിട്ട്
ഇവരൊരു പരിമിതമായ ഇലക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 1922 ആശാൻ കൊല്ലത്തുനിന്ന് മത്സരിക്കുന്നുണ്ട്, കുമാരനാശാൻ. കുമാരനാശാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളൊക്കെ എഴുതി കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കൃതികളും എഴുതി ഈ പറഞ്ഞ മാതിരി വേറൊരു തരത്തിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ തോന്നും ലൈം ലൈറ്റിലായിരുന്നു ഇവർ നിന്നിരുന്നതെന്ന് തോന്നും. ആ തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ട് കുമാരനാശാൻ തോൽക്കുക മാത്രമല്ല, അത് ഈ സി കേശവന്റെ ജീവിത സമരത്തിൽ ആ ഭാഗം എഴുതുമ്പോൾ പറയുന്നുണ്ട്, അന്ന് ജയിച്ച ആളെ എനിക്ക് എത്ര ഓർത്തിട്ടും ആ പേര് ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്ന് ജയിച്ച ആളുടെ ഇത് എഴുതുമ്പോൾ എനിക്ക് ആ പേര് കോട്ട് ചെയ്യാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ സാങ്കേതിക ജനാധിപത്യം എന്ന് പറയുന്നത് വെരി ഫസ്റ്റ് അതിന്റെ ഫെയിലിയേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതികമായ ഫെയിലിയർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഈ സാമൂഹ്യ ജനാധിപത്യം ശക്തിപ്പെടാതെ ഇത് രണ്ടും യോജിക്കില്ല എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് 100,000 കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പം അതിന്മേൽ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഇപ്പം രാഷ്ട്രീയം ഈ പറഞ്ഞ മാതിരി സാങ്കേതിക ജനാധിപത്യത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ഇലക്ഷന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പക്ഷെ മറിച്ച് ഇന്ത്യയിലെ ഒരു ഇന്റലിജൻസ്, ഈ പറഞ്ഞ ഒരു ഇന്ത്യൻ ബുദ്ധിജീവിതം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഈ ആസന്നമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ആ ഇടപെടലിന് വലിയ പ്രതിസന്ധികൾ വരും. ഒന്ന്, നമ്മുടേതായിട്ടുള്ള രീതിശാസ്ത്രങ്ങൾ രൂപീകരിക്കേണ്ടി വരും, നമ്മുടേതായിട്ടുള്ള ചരിത്ര വസ്തുതകൾ രൂപീകരിക്കേണ്ടി വരും, നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ അതിനെ ഘടിപ്പിക്കേണ്ടി വരും. അതൊരു സങ്കീർണ പ്രശ്നമാണ്, എങ്കിൽ പോലും അത് ആസന്നമായി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ജനാധിപത്യത്തിൻ്റെ ഈ സാങ്കേതികമായി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു പ്രക്രിയ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ പറയുന്ന ഉദാഹരണമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്തുള്ളൊരു സംഗതി, ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ അഭാവം അത് മറ്റൊന്നിനാൽ ഫില്ല് ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ്. അങ്ങോട്ടാണ് ജനാധിപത്യത്തിന് കയറാൻ പറ്റാതിരിക്കുന്നത്. സമൂഹം ശൂന്യമായൊരിടമായിട്ടല്ല നിൽക്കുന്നത്. ഇന്ത്യ പരമ്പരാഗതമായി കൊണ്ട് നടക്കുന്ന സമൂഹ സങ്കല്പധാരണകൾ, ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ സമൂഹ സങ്കല്പധാരണകൾ, അത് ഈ ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുമ്പോൾ കേവലം ബ്രാഹ്മണ വിരുദ്ധത എന്നതിനപ്പുറം ഒരു സാമൂഹിക സംവിധാനമായി ഗ്രേഡഡ് സമൂഹമാണ് നമ്മുടെ, ഗ്രേഡഡ് സമൂഹമാണ്. അത് പെർമനൻ്റാണ്, അത് ദൈവനിർമ്മിതമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹ സംഘം. നമ്മുടെ വിജ്ഞാനവും ഗ്രേഡഡാണ്. ഇന്ത്യക്കകത്ത് വിജ്ഞാനം എന്ന് പറയുന്നത് അതിഭൗതിക വിജ്ഞാനം മാത്രമേ വിജ്ഞാനമായി, ഉയർന്ന വിജ്ഞാനമായി, അൾട്ടിമേറ്റ് നോളജായി ഇന്ത്യ സ്വീകരിക്കുന്നു. പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് അവഗണിക്കാവുന്നതും തരം താഴ്ന്നതുമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വിജ്ഞാനം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉൽപാദക സമൂഹം എപ്പോഴും പുറത്ത് തന്നെ നിൽക്കാൻ ബാധ്യസ്ഥമാണ്. ഉപഭോഗ സമൂഹത്തിൻ്റെ സംവാദങ്ങളാണ് ജ്ഞാനമായി നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രശ്നം ഇതേ ഗ്രേഡഡ് സംഗതി തന്നെയാണ് നമ്മുടെ കല സാഹിത്യ ആസ്വാദനത്തിലും ഉള്ളത്. അതും ഗ്രേഡഡാണ്. അപ്പോൾ ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്നെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രേഡ് എന്ന് പറയുന്ന ഈ ഗ്രേഡഡായ ഈ സംഗതി നമ്മളെ അടിമുടി ബാധിച്ചൊരു കാര്യമാണ്. നമ്മുടെ ജ്ഞാനത്തെ, സൗന്ദര്യശാസ്ത്രം, ഇപ്പം രസസങ്കല്പം, നാട്യശാസ്ത്രത്തിലെ രസസങ്കല്പം എന്ന് പറയുന്നത്, നാട്യശാസ്ത്രകാരൻ തന്നെ പറയുന്നൊരു കാര്യം, അത് പല കറികൾ കൂട്ടി ഊണ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രസം എന്ന് തന്നെ പറയുന്നു. അതാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. എന്ന് പറയാൻ ശരിക്കും ഒരു ഭൗതിക അനുഭവമായിട്ടാണ് രസത്തെ അദ്ദേഹം കാണുന്നത്. പക്ഷെ പിന്നീട് അതിനുണ്ടായ വ്യാഖ്യാനങ്ങളിലൂടെ അത് മറ്റൊരു അതിഭൗതികമായ ഒരു അനുഭൂതിയായിട്ട് ആവിഷ്കരിച്ചെടുക്കുകയും അങ്ങനെ എല്ലാത്തിനെയും ഇങ്ങനെ ആനന്ദം എന്നത് ഈ ഒരു ഉൽപാദക സമൂഹത്തിലെ ആനന്ദങ്ങളേ അല്ല. അന്ത്യമുള്ളതിന് ആനന്ദമില്ല എന്നാണ് പറയുന്നത്.
അത് ടെമ്പറലാണ്, അത് ആനന്ദമല്ല. യഥാർത്ഥ ആനന്ദം എന്നത് ബ്രഹ്മാനന്ദമാണ്. അത് അത് പെർമനൻ്റാണ്, നിലനിൽക്കുന്നതാണ്. അതിന് ഭൗതികതയായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഉപഭോഗ സമൂഹത്തിൻ്റെയും മിച്ച മൂല്യം തിന്നു തീർക്കുന്നവരുടെയും മിച്ച സമയം ചെലവഴിക്കുന്നവരുടെയും ലോകമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഞാനെന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രശ്നം. അവരുടേതാണ് കല, അവരുടേതാണ് സാഹിത്യം, അവരുടേതാണ് ജ്ഞാനം, അവരുടേതാണ് സമൂഹ സങ്കല്പം, അവരുടേതാണ് രാഷ്ട്രസങ്കല്പം. ഇത്രയും ഒരു കൾച്ചറൽ ഇമ്പീരിയലിസം എന്നൊക്കെ നമ്മുടെ എഡ്വേർഡ് സീദൊക്കെ പറയുന്നത് പോലെയുള്ള കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് വിളിക്കാവുന്ന വിധം ഇന്ത്യയെ അടിമുടി സ്പർശിക്കുന്ന ഒരു ജ്ഞാന ധർമ്മ വ്യവഹാരമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യ വാഴ്ചയെ നമ്മൾ കാണേണ്ടത്. അങ്ങനെ വിശാലമായിട്ട് ഇതിനെ കാണാതിരിക്കുകയും ഇത് ഏറിയാൽ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി വരെ കാണുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത് യഥാർത്ഥം നമ്മുടെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ വിജ്ഞാനത്തെയും നമ്മളുടെ ധാർമ്മിക ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരു നോട്ടം ഇനിയും ഇന്ത്യൻ ഇൻ്റലിജൻഷ്യ കാര്യമായി നടത്തുന്നില്ല. മാത്രവുമല്ല, ഇത് നമ്മൾ ബ്രാഹ്മണർക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചന എന്ന നിലക്ക് പെട്ടെന്ന് വ്യാഖ്യാനിച്ച് അത് ജനപ്രിയമാക്കുകയും ചെയ്യും. ഇത് ബ്രാഹ്മണരുടെ പ്രശ്നമല്ല, അത് എല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമായിട്ടാണ് നമ്മളതിനെ യഥാർത്ഥം മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച പഠനങ്ങളിൽ, സമൂഹ പഠനത്തിൽ ഇതൊരു കേന്ദ്ര പ്രമേയമായി വരാതിരിക്കും. അത് വളരെ പ്രധാനം. ഇതൊരു കേന്ദ്ര പ്രമേയമായി വന്നാലേ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ ഈ അംബേദ്കർ തോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ അംബേദ്കർ തോക്കാനുള്ള ഒരു കോൺഗ്രിഗേഷൻ വെറുതെ രൂപപ്പെട്ട് വരുന്നതല്ല, അതിങ്ങനെ വെറുതെ ഉണ്ടായി വരുന്നതല്ല, അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതേ സാധനത്തിന് കുമാരനാശാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നൊരു സംഭവം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്തരമൊരു വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ അതിനകത്ത് പ്രവർത്തനക്ഷമമല്ലാതാവുന്നത്. ഇനി അഥവാ ഇനിയിപ്പോൾ ബഹുജനങ്ങൾ, പുതിയ അർത്ഥത്തിലുള്ള ജനം എന്ന കാറ്റഗറിയുണ്ട്, വോട്ട് ചെയ്യുന്ന ജനം. ഈ ജനം എന്ന കാറ്റഗറിയിലാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇടപെടുന്നത്. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുന്നത് കാസ്റ്റിനെ അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. കാസ്റ്റ് ഹൈറാർക്കിയെയാണ് അത് ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സോഷ്യലി സാങ്ഷൻഡ് ഉപാധിന് മാത്രമേ ആ പാർട്ടിയിലൂടെ അധികാരം കിട്ടത്തുള്ളൂ. ഇത് ആ പാർട്ടിക്കാരുടെ പ്രശ്നമല്ല, അത് മാർക്സിസ്റ്റ് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, സോഷ്യലി സാങ്ഷൻഡ് സെക്ഷന് മാത്രമേ അധികാരം കിട്ടത്തുള്ളൂ. അപ്പം ഈ ലിങ്ക് കാണാതിരിക്കുന്നിടത്തോളം നമുക്ക് ഈ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ സമന്മാരാണെന്നുള്ളൊരു സമഭാവനയെ പ്രവർത്തനക്ഷമമാവില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ റിഫോർമേഷന് വേണ്ടി വാദിച്ചവരെല്ലാം ആൻറ്റി കാസ്റ്റ് പൊസിഷനുള്ളവരാണ്. അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ജാതി, ഒരു വൈരുദ്ധ്യം, ഒരു സോഷ്യൽ ഫിനോമിന അവിടെയൊക്കെ വിട്ട് ഇത് ജ്ഞാനവ്യവസ്ഥയായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു വലിയൊരു സ്ഥാപനമായി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സോഷ്യൽ റിഫോർമേഷനെ പുതിയ കാലത്ത് ഏറ്റെടുക്കാൻ പറ്റും. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഇന്ത്യക്കകത്ത് പോസ്റ്റ് കൊളോണിയൽ ജ്ഞാന വ്യവഹാരങ്ങൾ വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് അക്കാഡമിക്കകത്തൊക്കെ വളരെ ശക്തമാണ്. ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന തിയറീസും അതായത് തത്വചിന്തകരെല്ലാം വളരെ പ്രസിദ്ധരാണ്. നമുക്കിവിടെ വെറുതെ നടക്കുന്ന മനുഷ്യരൊക്കെ അവരുടെ പേര് പറയും, അക്കാഡമിക്കൊക്കെ വെളിയിലവർ. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു ഇൻ്റലക്ച്വൽ പോലും ഒരു പോസ്റ്റ് ബ്രാഹ്മണിക് സൊസൈറ്റി എന്നൊരു വാക്ക് പറയാത്തത്? ബ്രാഹ്മണികമായി നിർമ്മിക്കപ്പെട്ട സമൂഹത്തെ അധികരിക്കുന്ന ഒരു സമൂഹ സങ്കല്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഭാവനയിൽ പോലും വരാതിരിക്കുന്നത്? അതൊരു പ്രശ്നമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. പക്ഷെ അതേസമയം സണ്ണി, ഈ ഇന്ത്യക്ക് ഒരു വലിയ റെസിസ്റ്റൻസിൻ്റെ പാരമ്പര്യമുണ്ട്.
ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിൻ്റെ പാരമ്പര്യമായിട്ട് യോജിക്കുന്നതിൽ നിന്ന് പലപ്പോഴും നമ്മെ തടയുന്നത് എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് നമുക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ പാരമ്പര്യത്തെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക അവസ്ഥയായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഇപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ആണ് ഈ കാലത്തിൻ്റെ ഫെമിനിസം. ഇപ്പം ഫെമിനിസ്റ്റ് പോയിട്രി എന്നൊക്കെ പറയുന്ന ഒരു വലിയ റെസിസ്റ്റൻസിൻ്റെ. പക്ഷെ ഇപ്പം ഒരു ഫെമിനിസ്റ്റ് പോയട്രി പലപ്പോഴും പ്രസന്റ് ചെയ്യപ്പെടുന്നത് ഇപ്പം എഴുതുന്ന പോലെയാണ്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുണ്ട്. ഇപ്പം ഈ ബുദ്ധമതത്തിലെ ഭിക്ഷുണികള്, തെരികാഥ കവികള്, ഈ പെൺകവികള് 100-300 വർഷം തുടർച്ചയായിട്ട് കവിത എഴുതിയൊരു നാടാണ്. ഈ കവിത എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ വലിയ റെസിസ്റ്റൻസിന്റെ അക്കാലത്തെ ജാതി വിരുദ്ധമായിട്ടുള്ള വലിയ സ്ഫോടനാത്മക ശേഷിയുള്ള കവിതകളാണ്. ഇപ്പം ഭിക്ഷുണി വിമലയുടെ കവിതയിലൊക്കെ കാണാൻ ഇങ്ങനെ, ഇപ്പം ഞാൻ ഈ ഭിക്ഷുണി സംഘത്തിൽ ചേർന്നുകൊണ്ട് 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. 1 ഉരുളി, 1 ചട്ടുകം, 1 ഭർത്താവ്. ഇത് ഈ ആ കാലത്തെ കവിതയാണ്. ഇങ്ങനെ 300 വർഷം കവിത എഴുതിയിട്ടുണ്ട്. വചന കവികളിൽ ഇപ്പം തണ്ണി നേരത്തെ പറഞ്ഞ ഭക്തിപ്രസ്ഥാന കവികളിൽ എത്രയോ സ്ത്രീ കവികളുണ്ട്. ഈ പറയുന്ന പോലെ അക്ക മഹാദേവി, ലാൽ ദത്ത്, പലയിടത്തായിട്ട്. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ പാരമ്പര്യത്തെ പക്ഷെ പുത്തനായിട്ട് ഇപ്പം ഈ ഒരു ഫെമിനിസ്റ്റ് കവിത എഴുതുമ്പോൾ ഈ ഇത്രയും വർഷത്തെ റെസിസ്റ്റൻസിന്റെ പാരമ്പര്യത്തെ എന്തുകൊണ്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഇന്ത്യയിലെ ഓരോ റെസിസ്റ്റൻസിനും ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു വലിയ തരത്തിലുള്ള ഏറിയും മുറിഞ്ഞൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു റെസിസ്റ്റൻസിന്റെ പാരമ്പര്യമുണ്ട്. ഇപ്പൊ ജാതിക്കെതിരെയുള്ള വലിയ കലാപങ്ങൾ വേറെ തരത്തിലുണ്ടായിട്ടുണ്ട്. ഇതുമായിട്ട് എന്തുകൊണ്ട് കണ്ണി ചേർക്കാൻ പറ്റുന്നു? പുതിയ ഒരു ജ്ഞാന വ്യവസ്ഥയ്ക്ക് എന്തുകൊണ്ട് ഇതുമായിട്ട് കണ്ണി ചേരാൻ പറ്റുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സംസ്കാരത്തിൽ പ്രതിസംസ്കാരത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒന്നാണ് ഈ പറയുന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ബ്രാഹ്മണിസത്തിന്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പോലും ഇങ്ങനെ ഒരു ഫാസിസം വന്നു. ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് വളരെ ആധുനികമായിട്ട് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ഇപ്പൊ എല്ലായിടത്തും അതിൻ്റെതായിട്ടുള്ള വ്യാപനം വരുന്നു. അത് ഇന്ത്യയിലെ ഇന്നലെ ചെയ്ത പോലെ ഒരു ഇപ്പൊ ഏതെങ്കിലും ജനവിഭാഗത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് പകരം മുഴുവൻ ജനങ്ങളെയും മരവിപ്പിക്കുന്ന തരത്തിലേക്ക് അത് വളരുന്നു. അപ്പൊ ഈ ഒരു സംഗതി വരുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യയിലൊരു പ്രതിസംസ്കാര ചരിത്രം നമ്മളിൽ പ്രവർത്തിക്കാത്തതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മീൻസ് നമ്മുടെ ജ്ഞാനമണ്ഡലങ്ങളിൽ വേണ്ട വിധം പ്രവർത്തിക്കാത്തതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം ഇവിടെ ഇപ്പം മാർക്സിസത്തിന് ഒരു തരി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ സോഷ്യലിസത്തിന് ഒരു തരി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ശക്തി കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഒരു സമയത്ത് അതിന് ഒരു മേജറായിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേണിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും വലിയ റെസിസ്റ്റൻസിന്റെ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടും അതുമായിട്ട് കണ്ണി ചേരാൻ കഴിയാതെ ഒരു ഇന്ത്യൻ ഇന്റലിജൻസിക്ക് ഉണ്ടാവുന്ന ഈ ഇൻസുലേഷൻ എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അതും ഈ സമയത്ത് ഇങ്ങനെ ഒരു നമ്മുടെ എല്ലാ മൂല്യങ്ങളെയും ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിലെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു സംഗതിയെ പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പുത്തനായിട്ട് പഠിപ്പിക്കപ്പെടുകയും പുത്തനായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നതിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു വലിയ തരത്തിലുള്ളൊരു ജ്ഞാനമണ്ഡലത്തിൽ വലിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് കാര്യങ്ങൾ അതിന് സമാന്തരമായി സംഭവിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ പുതിയൊരു ജ്ഞാന വ്യവഹാരം സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതൊരു വ്യവഹാരമാവുകയും അതോടൊപ്പം തന്നെ ആ വ്യവഹാരത്തെ ഉൾക്കൊള്ളുന്ന പുതിയ സബ്ജക്റ്റിവിറ്റി രൂപം കൊള്ളുകയും ചെയ്യുമ്പോഴാണ് പുതിയ വ്യവഹാരം സമൂഹത്തിൽ പ്രബലമായിത്തീരുന്നത്. ഈ നേരത്തെ പറയുന്നത് പോലെ
ഇടതുപക്ഷ ആശയങ്ങൾക്ക് വേരോട്ടം ഉണ്ടാകുന്നത്, കേരളത്തിൽ വേരോട്ടം ഉണ്ടാകുന്നത് ഈ 30-കൾ 40-കളിലെ പ്രധാനപ്പെട്ടൊരു പ്രമേയം ഇവിടുത്തെ ഒരു ജീവിത യാഥാർത്ഥ്യവും പട്ടിണി എന്ന് പറയുന്ന, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വിഭാഗങ്ങൾക്ക് മുന്നിലാണ് മറ്റൊരു ലോകത്തെക്കുറിച്ചൊരു സങ്കല്പം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അത് മാത്രമായിരുന്നോ പ്രശ്നം, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ അതാണ് അതിൻ്റെ ഒരു സന്ദർഭം. അത്തരൊരു സന്ദർഭത്തിലേക്കാണ് ഇത് പെട്ടെന്ന് മനുഷ്യനിത് ക്യാപ്ചർ ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്. അതിൽ ഒരു പുതിയൊരു സോഷ്യൽ ഏജൻസി രൂപം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഏതൊരു സംഗതിയിലും ഒരു വ്യവഹാരം രൂപം കൊള്ളുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സോഷ്യൽ ഏജൻസി വളരെ പ്രധാനമാണ്. ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘകാലമായി നിലനിൽക്കുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ദീർഘകാലമായി അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഏജൻസി റിലീജിയസ്ലി സാങ്ഷൻഡ് ആയിട്ട് ഇന്ത്യക്കകത്തുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. ഈ ഭഗവത്ഗീതയെക്കുറിച്ച് നാർലെ എഴുതിയ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ വർഷങ്ങൾക്ക് ശേഷവും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ പുസ്തകം എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്. അത് വെറുതെ സ്വാധീനിക്കില്ല, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തത്വശാസ്ത്ര ഗ്രന്ഥമെന്ന നിലക്കാണത് സ്വാധീനിക്കുന്ന ആൾക്കാർ. അത് ഗാന്ധിയെ സ്വാധീനിക്കുന്നു, തിലകനെ സ്വാധീനിക്കുന്നു, അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് പറയാൻ പറ്റും. പല കാലഘട്ടങ്ങൾ ജീവിച്ചവരെ സ്വാധീനിക്കും. അതിന് ഒന്നുകിൽ അത് ഏറ്റെടുക്കുന്ന അതിൻ്റെ താല്പര്യങ്ങൾ, ആ ടെക്സ്റ്റിൻ്റെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നൊരു ജനവിഭാഗം ഇത് കൊണ്ടു നടക്കും. അതല്ലെങ്കിൽ അത് ഏത് തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന വിധമുള്ളൊരു ടോട്ടോളജി ആയിരിക്കണം. ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ഒരു ടോട്ടോളജി എന്ന് അദ്ദേഹം പറയുന്നു. അതിന് ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹം അതൊരു ടോട്ടോളജിയാണെന്നാണ് പറയുന്നത്. അത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ട് നിർമ്മിതമായൊരു സാധനമാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനല്ല കൃഷ്ണൻ ഉത്തരം പറയുന്നത്, വേറൊരു ചോദ്യത്തിനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യക്കകത്ത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പുഷ്കലമാകുന്ന ഈ സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സോഷ്യൽ ഏജൻസീസ് ചരിത്രത്തിൽ അത് രൂപപ്പെട്ട് വരുന്നതാണ്, വരേണ്ടതാണ്. ആ സോഷ്യൽ ഏജൻസീസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നുണ്ടോ? ജ്ഞാനം വെറുതെ പൊട്ടിപ്പുറപ്പെടുന്നൊരു കാര്യമല്ലല്ലോ. ഒരു സോഷ്യൽ ഏജൻസിയാണ് അതിനെ സംവാഹകരായിട്ട് വരിക. എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള ഏറ്റവും കർശനമായ രാഷ്ട്രീയ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്ന സോഷ്യൽ സബ്ജക്റ്റിവിറ്റി ഇന്ത്യയുടെ ഈ സോഷ്യൽ ഹൈറാർക്കിയിലെ ഏറ്റവും കീഴ്ത്തട്ടിൽ നിന്നാണ് രൂപപ്പെട്ടു വരുന്നത്. ഈ സോഷ്യൽ ഹൈറാർക്കിയെ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഇൻ്റലിജൻഷ്യക്ക് ഈ സംഗതി ആയിട്ട് ആരോഗ്യകരമായൊരു സംവാദത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല എന്ന്. സതീഷ് ദേശ്പാണ്ഡെ പറയുന്ന പോലെ കാസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കാസ്റ്റ് തൻ്റെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബുദ്ധിജീവികൾ അൾഷിമേഴ്സ് ബാധിച്ചവരെ പോലെ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വിജ്ഞാനത്തിൻ്റെ അളവോ തൂക്കമോ ഒന്നും ഇതിനും ബാധകമല്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കെണിയാണത്. ഈ കാസ്റ്റ് ഹൈറാർക്കിയെ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് സോഷ്യലി സാങ്ഷൻഡ് അല്ലാത്ത വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു സോഷ്യൽ സബ്ജക്റ്റിനെ ഈക്വലായി പരിഗണിച്ചുകൊണ്ടൊരു സംവാദത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. ഇതൊരു തടസ്സമാണ് ഞാൻ പറഞ്ഞത്. അതായത് എല്ലാത്തിനെയും തടസ്സം എന്നുള്ള നിനക്ക് ഒരു തടസ്സം സ്ത്രീകൾക്കിടയിൽ നിന്നുണ്ടാകുന്നു, ട്രൈബിൻ്റെ ഇടയിൽ നിന്നുണ്ടാകുന്നു, പാർശ്വവൽകൃതർ എന്ന് പൊതുവിൽ വിളിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന റെസിസ്റ്റൻസുകളെ ഒന്നും നമ്മൾ കാണാതിരിക്കുകയും അഭിജാത വർഗങ്ങളിലെ പിളർപ്പുകൾ മാത്രമാണ് റെസിസ്റ്റൻസിൻ്റെ രൂപമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓളിഗാർക്കി അങ്ങനെ തന്നെ നിൽക്കും. കാരണം നമ്മൾ തമ്മിലേ തർക്കമുള്ളൂ. കീഴ്ത്തട്ടിന് വലിയ തർക്കമുണ്ട്, അത് നമ്മൾ രണ്ടുപേരും കാണുന്നില്ല.
ഒന്നുകിൽ ഗോപികൃഷ്ണൻ ഭരിക്കും അല്ലെങ്കിൽ ഞാൻ ഭരിക്കും എന്നുള്ളതാണ് എൻ്റെ ലൈൻ. അപ്പോൾ ഈ ഒളിഗാർക്കി അങ്ങനെ തന്നെ തുടരുകയും കീഴ്ത്തട്ടിൽ നിന്നുള്ള അനേകായിരം ശബ്ദങ്ങളെ, അത് പല രൂപത്തിലാവാം, വിമർശനങ്ങൾ, നിഷേധങ്ങൾ, ബദൽ ഭാവനകൾ, ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലത് ഇത് ചെയ്ത് വരുന്നുണ്ടാവും. ഡീകോളനൈസിങ് മൈൻഡ് എന്നൊക്കെ പറയുന്ന വിധമുള്ള ഈ ഡീബ്രാഹ്മണൈസിങ് ഇന്ത്യ എന്നൊരു ഐഡിയയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു സോഷ്യൽ ഏജൻസി യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്, ചരിത്രത്തിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഹൈറാർക്കിയിലെ കീഴ്ത്തട്ടിൻ്റെ ഇൻ്റലിജൻഷ്യയാണ്. ഇത് മറച്ചു വയ്ക്കപ്പെടുകയും പൊതുസംവാദത്തിൻ്റെ ഭാഗമല്ലാതായിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അംബേദ്കറെ വായിച്ചപ്പോഴല്ല ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഐഡിയ, സീരിയസ് ആയി സമൂഹത്തെ പഠിക്കുന്നവർ അംബേദ്കറെ വായിക്കാൻ മെനക്കെട്ടിട്ടില്ല. അംബേദ്കറെ വായിച്ചവരാവട്ടെ ലോകത്തെ മുഴുവൻ കാണാനും മെനക്കെട്ടിട്ടില്ല. ഈ രണ്ട് സന്നദ്ധതയില്ലായ്മ അംബേദ്കറെ ദീർഘകാലം ഇരുട്ടിൽ നിർത്തിയെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് ഒരു പുതിയ തലമുറ അതിലേക്ക് ചില ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് അംബേദ്കർ എക്സ്പ്ലിസിറ്റായിട്ട് യഥാർത്ഥത്തിൽ വായിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു തടസ്സം അതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഈ ഇന്ത്യക്കകത്ത് പുതിയ ഒരു ദേശരാഷ്ട്ര ഭാവന, സമൂഹ ഭാവന രൂപപ്പെടുത്താൻ കഴിയണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ ഈ പുതിയ സോഷ്യൽ ഏജൻസീസിൻ്റെ സംവാദങ്ങളിലൂടെയാണ്. അതുമായിട്ട് ആരോഗ്യകരമായൊരു സംവാദത്തിന് സമൂഹം തയ്യാറാവുക എന്നുള്ളത്, അതിനെ നിഷേധിക്കുക എന്നുള്ളതല്ല, അതുമായിട്ടൊരു ആരോഗ്യകരമായ സംവാദത്തിന് സന്നദ്ധമാവുക എന്നത് വളരെ പ്രധാനമാണ്. അത് ഇന്ത്യൻ ഇൻ്റലിജൻഷ്യ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഉമാ ചക്രവർത്തി പറയുന്നൊരു രസകരമായൊരു സംഗതി, മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികൾ ഒരു പ്രകടനം നടത്തും. ആ പ്രകടനത്തിൽ അവർ എഴുതിയൊരു പ്ലക്കാർഡിൽ വി ഡോണ്ട് വാണ്ട് ജോബ്ലെസ് ഹസ്ബൻഡ്സ് ഇതായിരുന്നു. അപ്പോൾ അവരുടെ ഇംഗിതം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതിലൂടെ പിന്നോക്കക്കാർക്ക് ജോലി മുഴുവൻ കൊണ്ടുപോകും, മുന്നോക്കക്കാർക്ക് ജോലി കിട്ടത്തില്ല, അപ്പോൾ അവരെ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഉമാ ചക്രവർത്തി തന്നെ പറയുന്നൊരു കാര്യമാണ്, ജോലിയുള്ളവരുണ്ടല്ലോ അവരെ കെട്ടിയാൽ പോരെ, അത് പറ്റത്തില്ല, ഇവർക്ക് തന്നെ ജോലി കിട്ടണം, ഞങ്ങൾക്ക് അവരെ കെട്ടാൻ പറ്റുള്ളതാണ്. കാസ്റ്റിൻ്റെ ഒരു പുതിയൊരു സംഗതിയായിട്ട് അവർ പറയുന്നൊരു ഉദാഹരണമാണ്. ഈ നിലക്ക് ഇന്ത്യക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ജ്ഞാന വ്യവഹാരങ്ങളെ മനഃപൂർവമായി ഇരുട്ടിൽ നിർത്തുകയോ അതിനോട് ആരോഗ്യകരമായൊരു സംവാദത്തിന് തയ്യാറാകാതിരിക്കുകയോ ചെയ്യുന്നത് നമ്മളുടെ ഈ യാത്രയിൽ എന്ന് പറയുക ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രധാന തടസ്സമായിട്ട് തന്നെയാണ്. അത് നമ്മളുടെ ജ്ഞാനസങ്കല്പത്തിൽ തന്നെയാണത് കിടക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല, നമ്മൾ കൊണ്ടു നടക്കുന്ന ജ്ഞാനസങ്കല്പത്തിൽ തന്നെ ഈ പ്രോബ്ലം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എപ്പിസ്റ്റമിക്കായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രപരമായി തന്നെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമായി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തിയോങ്കോയൊക്കെ പറയുന്നത് പോലെ ഡീകോളനൈസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ്. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങിയിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു സർവാധിപത്യത്തെ മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് ഉപേക്ഷിച്ച് കെനിയൻ ഭാഷയിൽ എഴുതി, പിന്നെ പുള്ളി ഇംഗ്ലീഷ് എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ അതൊക്കെ എത്രമാത്രം മുന്നോട്ട് പോയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഈ ഡീകോളനൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഡീബ്രാഹ്മണൈസ് ചെയ്യേണ്ടതുണ്ട്. കാരണം അത്രമേൽ ഇമ്പീരിയലിസ്റ്റ് സ്വഭാവമുള്ള കൾച്ചറൽ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു സംഗതിയാണത്. നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അത്രയും ഡീപ്പായി ഇത് നമ്മുടെ സമൂഹത്തെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മുടെ ചർച്ചകൾ അങ്ങോട്ട് എത്താറില്ല. നേരത്തെ പറഞ്ഞ പോലെ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് എല്ലാവരും വിചാരിക്കും. ഈ ഡൈവേഴ്സിറ്റി എന്നത്
മേൽക്കീഴ് ബന്ധത്തിലാണ് നിൽക്കുന്നത് എന്ന കാര്യം പറയാതിരിക്കുമ്പോൾ പിന്നെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ വരിക. ഡൈവേഴ്സിറ്റി അഡ്രസ്സ് ചെയ്യപ്പെടണമെങ്കിൽ അതിൻ്റെ മേൽക്കീഴ് വ്യവസ്ഥ കൂടി അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോഴേ നമുക്കതിനെ എങ്ങനെ ജനാധിപത്യവൽക്കരിക്കാമെന്ന് ആലോചിക്കാൻ പറ്റും. ഇത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നൊരു കാര്യമാണെന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അർത്ഥശൂന്യമായൊരു കാര്യം. അതേസമയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പം ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ അതാത് സ്ഥലത്ത് നിശ്ചലമായി ഇരുന്നിട്ടില്ല. ഇപ്പോൾ ചക്രവർത്തി തന്നെ ഒരു സമയത്ത് ഈ ഫെമിനിസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പനം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റും മറ്റും കൂടിയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്, അല്ലാണ്ട് ഫെമിനിസ്റ്റ് ഓർ അല്ല എന്നുള്ള തരത്തിൽ. അവരെല്ലാവരും ഒരു എൻഡ് ആയിട്ടുണ്ട്. ഇപ്പം ഒരു ജാതിയിൽ പെടുന്ന ആൾ ആ ജാതി എൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒന്ന് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു പ്രത്യേക സമയത്ത് ഭഗവത്ഗീതയൊന്നും വലിയ തരത്തിൽ ആക്രമിച്ചില്ലെങ്കിൽ പോലും വലിയ തരത്തിൽ ഈ ശ്രുതി സ്മൃതി പുരാണോക്ത എന്ന് പറയുന്നത്, ഈ സ്മൃതിയും ശ്രുതിയും പുരാണവും ഒക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത ഒന്നാണ്, അല്ലെങ്കിൽ അത് വിശുദ്ധമാണ് എന്നുള്ള തരത്തിലല്ലാതെ തന്നെ പല നേരിടലുകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചിന്താവിഷ്ടയ സീത മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ഒരു അബ്രാഹ്മണ ചിന്തകൻ എന്നൊന്നും ഒട്ടും വിളിക്കാൻ പറ്റാത്ത കുട്ടികൃഷ്ണന്മാരാർ വരെ ഭാരതവികടനം എഴുതുമ്പോഴും അല്ലെങ്കിൽ വാൽമീകിയുടെ രാമൻ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതുമ്പോഴും ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് തെന്നി മാറുന്നുണ്ട്. ഇപ്പൊ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്ഥലം ഉണ്ടാകുമ്പോൾ, പുതിയൊരു സ്വാതന്ത്ര്യമൊക്കെ കൊണ്ടുവന്ന പുതിയൊരു സ്ഥലത്ത് അങ്ങനെ എല്ലാം വിശുദ്ധമായി വെക്കേണ്ടതല്ല, മറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ള ബോധം ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അവരൊന്നും ഈ തരത്തിൽ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു ആന്റി ബ്രാഹ്മണൈസേഷൻ എന്നോ ഡീ ബ്രാഹ്മണൈസേഷൻ എന്നോ പറയുന്ന സങ്കല്പനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും അവർ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് ഒരു എൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്വത്വത്തിന് വേണ്ടിയുള്ള ദാഹം എല്ലായിടത്തും പലതരത്തിൽ നിന്നിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അത് ഒരുപക്ഷെ പട്ടിണിയുടെ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു പുതിയ സ്വത്വദാഹം, പുതിയ ഒരു ആശയത്തെ സ്വീകരിക്കാനും അതിനെ കേരളീയമായ രീതിയിൽ പ്രയോഗിക്കാനൊക്കെ ചെയ്ത പോലെ തന്നെ. പക്ഷേ ഈ പറയുന്ന ഈ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ അൺറസ്റ്റ് എന്ന് വിളിക്കാവുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ മൈനോറിറ്റീസ് മുഴുവൻ അൺറസ്റ്റിലാണ്. വേറൊരു തരത്തിൽ അസ്വസ്ഥജനകമായ സ്ഥിതിയിലൂടെയാണ് ഓരോ നിമിഷവും അവർ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ശ്രേണീകൃത വ്യവസ്ഥയിൽ പെട്ടിട്ടുള്ള ബഹുഭൂരിഭാഗം വരുന്ന ആൾക്കാർ വേറൊരു തരത്തിലുള്ള അൺറസ്റ്റിലാണ്. ഇപ്പം ഇന്ത്യയിലെ പുതിയ തരത്തിൽ സ്വാതന്ത്ര്യകാംക്ഷികളായിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവർ അൺറസ്റ്റിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്വത്വത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഇന്ത്യയിൽ കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ ഭരണകൂടം വളരെ ശക്തമായ രീതിയിൽ ഇന്നലെ ഇല്ലാത്ത വിധം അങ്ങേയറ്റം ഒരു വലിയ സ്ട്രോങ് സെൻറ്റർ ഉണ്ടാവുന്നു. അപ്പോൾ നമുക്കിപ്പം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ വേറൊരു ജനാധിപത്യ കുട്ടികളൊക്കെ പോയി പഠിച്ചു വന്ന് പലതരത്തിലുള്ള ഇന്നലെ വരെ നമ്മൾ ശരിയല്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അതാണ് ശരി എന്ന് പറയുന്ന ജനാധിപത്യ ശരി ഏതാണെന്നൊക്കെ പറയുന്ന കേരള മിഡിൽ ക്ലാസിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പലതരത്തിൽ ഇപ്പോൾ ഒരു കല്യാണം പോലെയുള്ള ഒരു സ്ഥാപനം പലതരത്തിൽ വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. ഇഷ്ടമുള്ളവരോട് ജീവിക്കുക എന്ന് പറയുന്ന വളരെ യാഥാസ്ഥിതികർ എന്ന് പറയുന്ന ആളുകൾ പോലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ വേറൊരു ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മൈക്രോ എന്ന് വിളിക്കാവുന്ന ഒരു തലത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ തിരിച്ച് സ്ഥൂല രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ഭീകരമായ വിധം ജൈജാന്റിക്കായ വിധം ബ്രാഹ്മണികവും ശക്തി പുരുഷ കേന്ദ്രിതവും മസിൽ മണി പവറൊക്കെ നിറഞ്ഞിട്ടുള്ള ഒന്നായിട്ട് തീരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു വൈരുദ്ധ്യം വരുന്നതെന്ന് കൂടി നമ്മൾ ഇന്ത്യൻ അവസ്ഥയിൽ ചിന്തിക്കേണ്ടതെന്ന് തോന്നുന്നു. നമ്മുടെ സൂക്ഷ്മമായ തലത്തിൽ ജനാധിപത്യം അതിൻ്റെ രീതിയിൽ പലതരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം സ്ഥൂല രൂപത്തിൽ നോക്കുമ്പോൾ ഈ എഡ്യൂക്കേഷൻ ഈ കിട്ടുന്ന ചെറിയതായാൽ പോലും ഈ നടക്കുന്ന ഒരു
അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം എന്തുകൊണ്ട് അങ്ങോട്ട് വ്യാപിപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഇന്ത്യൻ അവസ്ഥയിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്.